ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം വെയിറ്റ് എനിക്ക് കുറച്ച് നേരത്തെ എനിക്കുന്നത്. പക്ഷെ ഇന്നലെ ഉറങ്ങുമ്പോൾ ഞാൻ കുറച്ച് കഴിക്കും. എന്താ വെച്ചാൽ ചോക്ലേറ്റ് നമ്മൾ സാധനം മേടിച്ചതൊന്നും ഉണ്ടാക്കി കുറച്ച് തികഞ്ഞില്ല. എന്താ വെച്ചാൽ കുണിക്കിൻ്റെ ക്ലാസ്സിലേക്ക് മാത്രമല്ല കുണുക്കിൻ്റെ ക്ലാസ്സിലേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ 2 ക്ലാസ്സുകളും ഒരുമിച്ചാണ്. അപ്പോൾ രണ്ടും കുഞ്ഞു മക്കളല്ലേ, പിന്നെ കുണുക്കി കൊണ്ടുപോകുമ്പോൾ കുണുക്കിനതൊരു വിഷമം വേണ്ട, പിന്നെ രണ്ടും എല്ലാം മക്കൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും 7 മണിയാകുമ്പോൾ പോയി ചോക്ലേറ്റിൻ്റെ സാധനം മേടിച്ചു വീണ്ടും ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ കമൻറ്റിൽ പറയുന്നുണ്ട് വൈകി മിണ്ടാണ്ടിരുന്ന പോലെ ഇത് ഉണ്ടാക്കണമെന്ന്. ശരിയാണ്, മിണ്ടാണ്ടിരിക്കാം. എല്ലാം അപ്പോൾ അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലൊരു പണിയെടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഒരു നവംബർ തൊട്ടിട്ട് ഞാൻ വയ്യാണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇത്ര ദിവസം എനിക്ക് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാം, കിടക്കുകയാണെങ്കിൽ കിടക്കാം. പക്ഷെ അങ്ങനെ കിടന്നുകൊണ്ടോ എൻ്റെ ലൈഫ് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എണിച്ച് നടക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായാൽ മിണ്ടാണ്ടിരിക്കും. പിന്നെ എനിക്ക് തലേദിവസം ഇതൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ പറയും നാരങ്ങ മിഠായി കൊടുക്കാം കുട്ടികൾക്ക്, ലഡ്ഡു, ജിലേബി ഇതെന്തെങ്കിലും മേടിച്ച് കൊടുക്കാം. അല്ലാതെ മിഠായികളും കാര്യങ്ങളും മേടിച്ച് സ്കൂളിൽ കൊടുത്തേക്കുന്ന ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ കവറുകൾ നിരോധിച്ചിരിക്കുന്ന കവറുകളിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസുകളും സ്കൂളിലേക്ക് ഇതാവുന്നു. പിന്നെ ബിസ്ക്കറ്റ് അതൊക്കെ കുട്ടികൾ എപ്പോഴും കഴിക്കുന്നത്. ചോക്ലേറ്റ് കഴിക്കാണ്ടല്ല, നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വേറൊരു സന്തോഷം മനസ്സിലല്ലേ. നമ്മൾ മേടിച്ചു കൊടുക്കുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എപ്പോഴും നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തിൽ നമ്മളത് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചു കൊടുക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് വൈകാണ്ട് മേടിച്ചു കൊടുക്കുന്ന സാധനം അവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. ഞാൻ പിന്നെ എത്രയും വയ്യെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കും ഭർത്താവിനും മക്കൾക്കുള്ള ഫുഡ് ഞാൻ 199% എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കും. പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ ഫുഡിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഫുഡ്, നിങ്ങൾ 100 പ്രാവശ്യം കഴിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഹോട്ടൽ ഫുഡ് സഹോദരി സഹോദര, നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ് ആലോചിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. വിശക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ തന്നെ ആശ്രയിക്കണം. ഇപ്പോഴും പിന്നെ ഒരു പുതിയ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പുതിയൊരു ചേച്ചി ഇന്നലെ ഞങ്ങൾ വീഡിയോ ചേച്ചപ്പോൾ നിങ്ങൾ ഭാഗ്യം ചെയ്തിട്ട് അമ്മ ഇത്രയും ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞാൽ എന്താണെന്ന് പറയും, കുഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ചേച്ചി ഹോട്ടൽ ഫുഡ് ഇഷ്ടമേക്ക് അമ്മ അങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് അമ്മയുടെ ഫുഡിനോടാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നില്ല ഇല്ല എന്ന് ഞങ്ങൾ പറയാമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഹോട്ടൽ ഫുഡ് ഒരുപാട്, ഞങ്ങളെപ്പോൾ ആരും ഹോട്ടൽ ഫുഡ് കഴിക്കുമ്പോൾ നോക്കും ഞങ്ങൾക്ക് ഒറ്റയ്ക്കാരൊരു ഫുഡ് പറയില്ല, ഞങ്ങളെല്ലാവർക്കും ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് കഴിക്കും. പിന്നാളെ തന്നെ ഞങ്ങൾ തൃശ്ശൂർ ബിരിയാണി മേടിച്ചപ്പോൾ അതിനായിട്ട് ചോറ് മേടിക്കാൻ, പിന്നെ അവിടുത്തെ ചോറ് അത്ര ടേസ്റ്റ് ചെയ്തിട്ട് 3 ബിരിയാണി മേടിച്ചു. ഞങ്ങൾക്ക് 5 ആൾ കൂടിയിട്ടാണ് 3 ബിരിയാണി മേടിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു ചേട്ടാ ഒരു ബിരിയാണി കൂടി ക്വാണ്ടിറ്റി ഓൾറെഡി കുറവാണ്. ആ 3 ബിരിയാണിയിൽ ബാക്കി വെച്ചിട്ട് ഞങ്ങൾ വന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര വേണ്ടു, ഞങ്ങളതിന് മാത്രമേ കഴിക്കില്ല, എനിക്ക് ഇത്ര വേണ്ടു. ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് അയാൾ ലാസ്റ്റ് വന്ന് ബില്ല് തരാൻ വരുമ്പോൾ പ്ലേറ്റ് നോക്കുക, അപ്പം അതിൽ ബിരിയാണി ബാക്കിയാണ്. മനസ്സിലായ അന്ന് വേണ്ടാണ്ട് കുത്തി കയറ്റുന്ന വെച്ചാൽ മേടിച്ചത് അങ്ങനെ കളയണ്ട വെച്ചിട്ട് ഞാൻ കുത്തി കയറ്റി ഞാൻ കഴിച്ചു കൊടുത്ത് കുഞ്ഞിനോട്. ഞാൻ കുഞ്ഞ് അതുകൊണ്ട് തീർക്കറിയുമ്പോൾ കാശ് കൊടുത്ത് കഴിച്ചിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ഫുഡാണ് കുഞ്ഞിനമ്മയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് വേണ്ടതാണ്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഇരട്ടി ബിരിയാണി കുഞ്ഞിനായാലും അഞ്ചായിട്ടായാലും കുടിക്കായാലും ഇവിടെ കഴിക്കാറുണ്ട്. അപ്പോൾ അതിന് മാറ്റുന്നുണ്ട്. അതേ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ലെന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോകണം, അവർക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കണം. അതിന് ടേസ്റ്റ് കൊണ്ടല്ല, അതൊരു ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റീൽസ് കൊണ്ട് ഒരുപാട് ഫുഡ് ഇങ്ങനെ ഐറ്റംസ് കാണിക്കുമ്പോൾ നമ്മൾ വലിയവർക്ക് തന്നെ നമുക്ക് ചില നേരത്തെ അത് കഴിക്കാനുണ്ട്. ഇതിന് കുട്ടികളുടെ കാര്യം പറയാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവരാഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധിച്ചു കൊടുക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരാഗ്രഹങ്ങളും കാര്യങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾ നമ്മളോട് സാധിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിപ്പിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ, വേറെ ഒന്നല്ല. എനിക്കാണ് എന്ത് ഞാൻ പറയാം, എല്ലാവരുടെയും തോന്നലുകൾ ഒരുപോലെ ആവില്ല അല്ലേ. പലരും പല തോന്നലുകളുള്ളവരുണ്ട്. ചിലവർ മക്കളെ വീട്ടിൽ പഠിപ്പിക്കുന്ന, ട്യൂഷൻ ഇട്ട് പഠിപ്പിക്കുന്നത്, ചിലർ അടിച്ച് പഠിപ്പിക്കുന്നത്, ചിലർ ചീത്ത പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ചിലർ സൈലൻ്റായിട്ട് പഠിപ്പിക്കുന്നത്. പല അമ്മയും പല അച്ഛന്മാരും പല കാറ്റഗറിയിലുള്ളവർ അല്ലേ. അപ്പോൾ അതേപോലെ പല കാര്യങ്ങളിലും പല മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഒരച്ഛനും അമ്മ എന്ന് പറഞ്ഞത് അല്ലേ. ഇപ്പം എൻ്റെ മെൻറ്റാലിറ്റിയിലൂടെ അല്ല എന്നുമായിട്ട് ചിന്തിക്കാറ്, എൻ്റെ മെൻറ്റാലിറ്റിയിലല്ല ഞാൻ ചിന്തിക്കാറ്. ഞങ്ങളിൽ തന്നെ രണ്ടാൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്, മനസ്സിലായോ. അപ്പോൾ പക്ഷെ ഞങ്ങൾ രണ്ടാളുടെ ചിന്താഗതികൾ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും
ഞങ്ങൾ ചിന്തിച്ചു വന്നത് വരുമ്പോൾ അതിനായിട്ട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഉണ്ണി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ശരി കേട്ടോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ 25 വർഷമായിട്ട് നല്ല ഭംഗി പോലെ പോണത്. രണ്ടാണ് ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെങ്കിലും ചിന്തിച്ച് ഒരാൾ വന്നിട്ട് പറയണം കേട്ടോ, ഞാൻ എന്നായിട്ട് പറയാനായിട്ട് ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെ ചെയ്യലാണ് കേട്ടാണ് അത് ശരിയുണ്ട് അതെന്താണ് ഓക്കെ. അപ്പോൾ അതാണ് ചിന്ത ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായോ. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എല്ലാ ഫുഡും കൊടുത്ത് വളർത്തണം, എല്ലാ ഫുഡും നമ്മൾ എന്താ പറയുക എന്നും ഇങ്ങനത്തെ ഫുഡുകൾ കൊടുത്തേക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് മാത്രം ഹെവിയായിട്ട് ഒരു ഫുഡും എടുത്ത് കൊടുത്തേക്കുന്നില്ല. ഇപ്പോൾ ഒരു ചിക്കൻ മേടിക്കുന്നുണ്ട്, ഞങ്ങൾ 2 കിലോ 2.5 കിലോ ചിക്കനാണ് മേടിക്കുക. ഞങ്ങളിവിടെ 8 പേരുണ്ടാവാറുണ്ട്. 7 പേര് കഴിക്കുന്നവരുണ്ട്. കാർത്തൂനെ 8 പേര് കൂട്ടിയതാണ്. 7 പേര് കഴിക്കുന്നവരുണ്ട്. ഈ 7 പേര് ഞങ്ങൾ പിന്നാലെ ഞാൻ ചിക്കൻ മേടിച്ചപ്പോൾ ഒരു പ്രാവശ്യം ചിക്കൻ കറി വെച്ചു, എല്ലാവരും കൂടിയിട്ട് ചപ്പാത്തി കൂട്ടി രാത്രി കഴിച്ചു. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ചിക്കനോട് എന്തുണ്ടാക്കി, പിന്നെന്തോ ചിക്കനോട് ഉണ്ടാക്കിയത് ഞാൻ 2 കിലോ ചിക്കൻ മേടിച്ചിട്ട് അതിനേട്ടാ ഒരു ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഒരു ദിവസം നമ്മൾ ചപ്പാത്തിക്ക് രാത്രി പുറത്ത് പോയി വന്നപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി. അന്ന് 2 കിലോ ചിക്കൻ മേടിച്ചിട്ട് പിന്നെ എന്തുണ്ടാക്കിയല്ലോ കട്ട്ലേറ്റിൻ്റെ ഒപ്പം മോമോസ് ഉണ്ടാക്കി. കട്ട്ലേറ്റ് ഉണ്ടാക്കി, മോമോസ് ഉണ്ടാക്കി, ചിക്കൻ കറി രാത്രി ഉണ്ടാക്കി, 2 കിലോ ചിക്കൻ ഉണ്ടാക്കാം. പിറ്റേ ദിവസം ചിക്കൻ എടുത്തിട്ട് പിന്നെ ഒരു 3-4 ദിവസം വീടെടുത്ത് ആ ചിക്കൻ പറഞ്ഞു ഇത്ര ദിവസമായിട്ട് ചിക്കൻ ഫ്രിഡ്ജിലേക്ക് ഞാൻ ലാസ്റ്റ് അവസാനിപ്പിച്ചോട്ടെ, ഞാൻ നിർത്തിയേക്കണം. അപ്പോൾ ആ ചിക്കൻ എടുത്തിട്ട് ഞങ്ങൾക്കെല്ലാം കൂടിയിട്ട് ഇതുപോലെ എന്തോ പുട്ടിന് എന്തെങ്കിലും ചിക്കൻ കറി വെച്ചു. അങ്ങനെയാണ് അവസാനിച്ചത്. 2.5 കിലോ ചിക്കനാണെങ്കിൽ മേടിച്ചിട്ട് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അത് ഇത്രയും പേരുള്ള വീട്ടിൽ ഇന്നിട്ട് ആ ചിക്കൻ ബാക്കി വന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ കളഞ്ഞു. അപ്പം ഞങ്ങൾ ഇത്രയും പേര് എത്ര ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾക്കറിയാം സ്വയം. മനസ്സിലായി, ഞങ്ങൾ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ല. ഇത്ര കഴിച്ച് ഇത്ര മതി എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്ക്. അത് മനസ്സിലാക്കാണ്ട് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. അപ്പം എന്നും ചിക്കൻ കൊടുക്കാൻ പറ്റില്ല, അപ്പം എന്നും ചിക്കൻ കൊടുക്കാറൊന്നുമില്ല. നമ്മൾ ഈ 2 കിലോ ചിക്കൻ 2.5 കിലോ ചിക്കൻ മേടിച്ചാൽ നമ്മൾ 2-3 ദിവസമായിട്ടാണ് നമ്മൾ കുറേശ്ശെ എടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. വെച്ചാൽ ഒറ്റയടിക്ക് ഇത് വെച്ച് ചിലപ്പോൾ ചിലവാവില്ല. അപ്പോൾ നമ്മളിത് കുറേശ്ശെ പാത്രം ഓൾറെഡി നമ്മൾ ചിക്കൻ വന്നു വെച്ചാൽ ആദ്യം തന്നെ ഓരോന്ന് കുഞ്ഞു പാത്രങ്ങളാക്കിയിട്ട് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചാൽ കുറച്ച് ആവശ്യം ബാക്കി കുഞ്ഞു പാത്രങ്ങളാക്കി ഫ്രീസറിലേക്ക് വെച്ചാൽ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തണുപ്പ് പിടിക്കണമെങ്കിൽ അത്രയും ചിക്കൻ പുറത്തിരിക്കണം. അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ കേടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി വരുമ്പോൾ തന്നെ അതിനായിട്ട് ഞാനതിന് ചിക്കൻ കിട്ടിയ കുഞ്ഞു പാത്രങ്ങളാക്കിയിട്ട് ഫ്രീസർ വയ്ക്കും. ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് കറി വയ്ക്കും. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു 5-8-10 പീസ് എടുത്ത് ഒരു നേരം കറി വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയി. ഞങ്ങൾ ഓരോ പീസ് കുറച്ച് ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത്. അത് നിങ്ങളോട് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ തടിയും കാര്യങ്ങൾ കാണുമ്പോൾ ഈ ചിക്കൻ ഫുൾ നിങ്ങൾ ചിക്കൻ നിന്നിട്ട് എന്ത് കേടാണാവുമെന്ന് എനിക്ക് വരുന്നത് വെച്ചാൽ ചിക്കൻ നിന്നിട്ടുള്ള കേടാവുമെന്ന് എനിക്ക് വരുന്നത്. ഞങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഞങ്ങൾ ശരീരത്തിൽ കയറ്റുന്നത് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ അപ്പോൾ എന്താ പറയുക, അടുത്ത വീഡിയോ ഫോട്ടോ. അപ്പോൾ ഇന്നും എൻ്റെ കുടുക്കന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദോശയും തക്കാളി കറി മതി അമ്മ എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ദോശയും തക്കാളി കറി. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണണം. അതിൻ്റെ തക്കാളി കറി ഇട്ടുകൂടെ കേട്ടോ. എന്ത് കുടിക്കുമ്പോൾ പിറന്നാളും കാര്യങ്ങളാണ്. എന്താണ് ചേട്ടാ ഒരു ഷർട്ട് ഇട്ട് വരുന്നപ്പോൾ അങ്ങനെയൊക്കെ ആയില്ല. പുറത്തോ അങ്ങനെ രാവിലത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോൾ പാത്രം മുറിച്ച് വെള്ളം മാറുന്നതൊക്കെ എടുത്ത് ആദ്യം സ്റ്റാൻഡുമ്പോൾ എത്തിയിട്ടാണ്. എന്ന് വെച്ചാൽ നിറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും എടുക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് സ്റ്റാൻഡുമ്പോൾ എത്തി. പിന്നെ നമുക്ക് ഇന്നലത്തെ അതേ കറി തന്നെ മതിയെന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി സബോളയും ഉള്ള കറി മതിയമ്മ, തക്കാളി കറി മതിയമ്മ, ദോശയും തക്കാളി കറിയും നിന്നും മതി തന്നെ കേട്ടോ. സ്കൂൾ വിട്ട് വന്നപ്പോഴത് ഒരു 2.5 ദോശ തക്കാളി കറി കൂട്ടിയിട്ട് അവൻ കഴിച്ചു വിട്ടാൽ. എന്ന് വെച്ചാൽ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ വന്നപ്പോൾ ഒരു 3 ദോശ ഉണ്ടാക്കി 2.5 എണ്ണം അവൻ തന്നെ കഴിച്ചു. കുണിക്കും കഴിച്ചു, അര വശം കുണിക്കും കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ തക്കാളി കറി തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അല്ല കാണുമ്പോൾ ചോദിക്കും എന്നും തന്നെയാണോ ചോദിക്കും. പക്ഷേ എന്നും തന്നെയായിട്ടില്ല. കുട്ടികൾക്ക് അവർക്ക് എന്താ ഇഷ്ടം. ഇപ്പോൾ എന്തെങ്കിലും സ്കൂളൊക്കെ തന്നതിന് ശേഷം അല്ലാത്തപ്പോൾ നമുക്ക് അവർക്ക് കൊണ്ട് നടന്ന് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാം. ഇപ്പോൾ തന്നെ അവരുടെ ഇഷ്ടമുള്ളത് കൊടുത്തയച്ചാലേ അവർ കഴിക്കണം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും കൊടുക്കുക നാളെ എന്താ വേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ്, നാളെ സ്കൂളിലേക്ക് എന്താ വേണ്ടത്, അമ്മ ചോറ് കൊടുത്തേക്കട്ടെ, എന്നെ എന്താ കറി വേണ്ടതെന്നൊക്കെ ചോദിക്കട്ടെ. പക്ഷേ
ചോറിന് മാത്രം ഇതുവരെ അടുത്തിട്ടില്ല. എന്നിട്ട് അവനോട് പറയും ചോറ് കൊടുത്തേച്ചു, എന്ത് കറി കൊടുത്തേക്കമ്മ? അപ്പം ഞാൻ പറയും മോന് ഇഷ്ടമുള്ളത് പറ. അപ്പോൾ പ്രത്യേകിച്ച് അവന് ഇഷ്ടമുള്ളതൊന്നും പറയില്ല, അവന് പറയാനുള്ളത് മീൻകറി മാത്രമാണ്. മീൻ കറി കൂട്ടിയിട്ടല്ലേ കഴിക്കാൻ ഇഷ്ടം. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ തക്കാളി അരിയുന്നത്, ഇതിൻ്റെ ഇടയിൽ സവോള വണക്കുന്നുണ്ട്, അങ്ങനെ ചിക്കൻ തിരക്കും വേണം. അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് കുറച്ച് ഇന്നലെ ബാക്കിയുണ്ട്. എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ആരും ചോറൊന്നും ഉണ്ടില്ല. അപ്പോൾ ആ ചോറ് കളയണ്ടേ എന്നുള്ള വിഷമം. അപ്പോൾ ഞാൻ ആ ചോറ് കുറച്ചുള്ളത് തിളപ്പിച്ചിട്ട് കുറച്ച് മുതലുപ്പേരി വെച്ചിട്ട് ഇന്നത്തെ ഉച്ചത്തെ പരിപാടി അതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നു വന്നപ്പോൾ പൊന്നും കുഞ്ഞിനൊക്കെ കഴിച്ചപ്പോൾ അതിനുള്ള ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഞാൻ ഡബ്ബി ആയിരിക്കുമ്പോൾ കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ കേൾക്കും. ആരും ഒന്നും വിചാരിക്കും ഇത് വേറെ ഒന്നുമില്ല. ഇവിടെ കാർത്തുമ്മേനെ അച്ചാച്ചൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചനാണ് കാർത്തുമ്മേനെ കുളിപ്പിക്കുന്നത്. അവൾക്ക് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുളിമുറിലേക്ക് അച്ചാച്ചൻ്റെ മടിയിൽ കൊണ്ടിരിച്ച അച്ചാച്ചൻ ബാത്റൂമിൽ മടിയിലിരുത്തിയില്ല കുളിപ്പിക്കുക. അങ്ങനെ അച്ചാച്ചൻ്റെ മോളിപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുളിക്കുന്ന മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനിന്ന് പ്രത്യേകിച്ച് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വെച്ചില്ല കേട്ടോ. അപ്പം ഞാനും കുഞ്ഞിനും അന്വേഷണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാത്രിക്കാരെ മീൻ കിട്ടുകയാണെങ്കിൽ മാത്രം ചോറ് വയ്ക്കാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മീൻ കിട്ടാണ്ടായിട്ട് പെരുന്നാളൊക്കെ ആക്കാനും നമ്മുടെ അടുത്ത് മീൻകാരോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മീൻകറി ഇല്ലാത്തതാണ് ഞാൻ പറഞ്ഞു ചോറില്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നമുക്ക് വല്ല പിട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല തിളപ്പിച്ചിട്ട് ചോറ് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് പൊന്നും ഷെബിയൊക്കെ വരുന്നുണ്ട്. അവർക്ക് എറണാകുളം പോകണം, കാർത്തൂനോട് ആക്കിയരാന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ പിന്നെ അവർ ഒന്നും കഴിക്കാണ്ട വന്നു. അവർക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ ടൈം കാര്യമൊന്നും കിട്ടിയില്ല തോന്നുന്നു. രാവിലെ എനിക്ക് കുറച്ച് വൈകി. അപ്പോൾ അവന് വന്നു, അവർ ചോറുണ്ടു, കുഞ്ഞ് ചോറുണ്ടു. പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ചോറൊന്നും എന്നിട്ട് നമ്മൾ 4 മണിയാകുമ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര മെനക്കൊട്ടൊന്നും ആ നേരത്തെ അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും ചെറുതായിട്ട് ചില ദിവസമാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ എന്താ പറയുക പറഞ്ഞ് റൂട്ട് മാറിപ്പോയിട്ടോ. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ കുണിക്കുമ്പോൾക്ക് കൊണ്ടുവരാൻ സ്നാക്സ് വറുക്കാനുള്ള പരിപാടിയിട്ട്. അപ്പോൾ ചിക്കൻ പോപ്പ് ഇല്ല, ആ പോപ്സ് ഇല്ല, അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് കുണിക്കുമ്പോൾ അപ്പോൾ അത് വറുക്കുകയാണ്. പിന്നെ എന്താ പറയുക അങ്ങനെ ഒക്കെ ചിലപ്പെടായി ആ എണ്ണയിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, വറുത്തെടുത്ത എണ്ണയിൽ തന്നെ മുതിര കഴിച്ചിട്ടാണ്. എന്താ വെച്ചാൽ പിന്നെ എണ്ണ മാറ്റാൻ നിന്നില്ല. അതൊക്കെ വറുത്തുമ്പോൾ നമ്മുടെ മുതിരയൊക്കെ വെന്തു. അപ്പോഴേക്കും അതിനായിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ നമ്മൾ അതിൽ തന്നെ മുതൽ കാച്ചിയെടുത്തു. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി ഉച്ചത്തെ പരിപാടി ഏകദേശത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ച് കുണിക്കുമ്പോൾ പിറന്നാൾ നമ്മൾ നടത്തണില്ല, നമ്മൾ 2-ാം തീയതിക്കാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നാളാണ് കൂടുതൽ നോക്കാറ് കേട്ടോ. അതുകൊണ്ട് നാളിലെന്താണ് നമ്മൾ പിറന്നാൾ നടത്തുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി. കുണിക്ക് ചിക്കൻ നഗറ്റ്സും ചിക്കൻ പോപ്പും പിന്നെ എന്താ കോഴിമുട്ട പുഴുങ്ങിയതിൻ്റെ വൈറ്റ് മാത്രം കുണിക്ക് കഴിക്കൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സലാഡ് കുക്കുമ്പറും ക്യാരറ്റും പിന്നെ എന്താ മാതളവും ഒക്കെ കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കോ ഇല്ലേ എന്നൊന്നും അറിയില്ല, എന്തെങ്കിലും ഒന്ന് കഴിച്ചാലായി, അത്രയേ ഉള്ളൂ. കുണിക്കുമ്പോൾ കഴിക്കും കേട്ടോ. പിന്നെ കുണിക്കുമ്പോൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ഇവർ 2 ആൾ കാലത്ത് ഭക്ഷണം കഴിക്കാണ്ട് പോകും. അതാണ് ഏറെ. എത്ര പിന്നെ ആര് നടന്നാലും അവർ കഴിക്കില്ല. അങ്ങനെ കുണുക്കിന് പിന്നെ തക്കാളിക്കറി ദോശയ്ക്ക് അങ്ങനെ എനിക്ക് ആക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ കഴിച്ചു. പിന്നെ നമുക്ക് കനം കുറഞ്ഞ ദോശയല്ല ഉണ്ടാക്കി, നല്ല ഈ തട്ട് ദോശയില്ല അതുപോലെ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ കനം കുറഞ്ഞ ദോശയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്കൂളിൽ എത്തുമ്പോഴേക്കും അത് ഉണങ്ങും, കുട്ടികൾക്ക് കഴിക്കാൻ സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുത്തേക്കുമ്പോൾ കനം കുറഞ്ഞ ദോശ കൊടുത്തേക്കുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കുണിക്കുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുളിക്കാൻ കയറി, കുണുക്കിനെ കുളിപ്പിച്ചു. പിന്നെ ഞാൻ കുളിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ അനിയേട്ടന് ഷേവ് ചെയ്ത് കൊടുത്തു. അനിയേട്ടൻ കുളിക്കാൻ കയറി. ഇതേ കുണിക്കുമ്പോൾ പുതിയ ഉടുപ്പാണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിലയുടെ ഒന്നുമില്ല, എനിക്ക് 500-600 രൂപയുടെ ഉള്ളിലുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. എന്നാലും എനിക്ക് പിന്നെ അങ്ങനെ ഒരുപാട് നെറ്റിൻ്റെ ഉടുപ്പ് കുറേ അങ്ങനെയുള്ള ഡിസൈനുകളും കാര്യങ്ങളൊന്നും എനിക്കധികം ഇഷ്ടമില്ലാത്താനും ഞാൻ സിമ്പിളായിട്ടൊരു വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ട്. എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ ഇന്നലത്തെ വീഡിയോയിലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉടുപ്പ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ കുന്നാളത്ത് പട്ടാമ്പി റോട്ടിൽ ഇറക്കത്ത് ഒരു ബാമ്പിലോ എന്നിട്ടൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് കേട്ടോ. കുഞ്ഞിനും പൊന്നിൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തൊട്ടേ ഞാൻ അവിടെ നിന്ന് എടുക്കാറ്. പിന്നെ അവർ വലുതായതിന് ശേഷം അവിടെ ഇല്ല, കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഹിമാലയുടെ ഒരു ക്രീമും ഒരു പൊട്ട് മാത്രമാണ്, പിന്നെ ഒരു കുറി വരയ്ക്കും കേട്ടോ. അങ്ങനെ കുണിക്ക് ചെയ്യാറ്. പിന്നെ ഇന്ന് കുണിക്കിൻ്റെ സ്പെഷ്യൽ ഡേ അല്ല, അവളുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പോൾ അവൾ നല്ല ഹാപ്പിയായി സന്തോഷമായി സുന്ദരിയായിട്ട് പോട്ടെ എന്ന് വെച്ചാൽ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് കയറി ആരും പൊങ്ങാനിടാൻ നിൽക്കണ്ട. നമ്മളത് ഇപ്പോൾ ഡാൻസ് പഠിച്ച് വരുന്ന കുട്ടിയോട് ഡാൻസ് ഇറങ്ങിയിട്ട് ഇതിനൊക്കെ മുഖത്ത് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലിപ്സ്റ്റിക് ആയാലും ഒക്കെ അത്ര നല്ല ഇതാവില്ല. അപ്പോൾ അതിപ്പോൾ വല്ലപ്പോഴൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വല്ല ഫങ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കുണിക്കുമ്പോൾക്ക്. എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്കൊരു ആഗ്രഹമല്ലേ.
അങ്ങനെ അവർ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഫീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡപ്പയിലാക്കിയിട്ട്. അപ്പോൾ ഞാൻ കുണിക്കുമ്പോൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും കുണിക്കുമ്പോൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഓരോ ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾക്ക് അവർക്ക് സന്തോഷമല്ലേ വീട്ടിൽ നിന്ന് മിഠായിയൊക്കെ ഉണ്ടാക്കി ഫ്രണ്ട്സുകൾക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നും പണ്ടും അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും വേണം, കറികൾ വേണം, അത് വേണം, ഇത് വേണം നമ്മൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അത് അവരുടെ ഒരു സന്തോഷമല്ല, അവരുടെ ഫ്രണ്ട്സുകൾക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ്. ഞാനും അത് പണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറൊക്കെ വലിയൊരു ചോറ്റ് പാത്രത്തിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര മുട്ട പുറത്ത് വെച്ചു ഫുഡ് കഴിച്ചാലോ കുഞ്ഞെ എവിടെയോ വായിച്ചെൻ്റെ കോഴിമുട്ട കഴിച്ചാൽ ഭയങ്കര മുടി വളർന്നു കേട്ടോ കുഞ്ഞ്. വെറുതെ കുഞ്ഞെ വെറുതെ ഇത് ഇഷ്ടമല്ല, വലിയ ഇഷ്ടമുള്ളതെന്നല്ലേ, വെറുതെ കൈയിട്ട് എടുക്കുമ്പോഴേക്കും കടല പിണ്ണാക്ക ചോളത്തോടൊക്കെ തിന്ന് തടി വെക്കുന്നു അവളത് ചെയ്യും. നമുക്ക് ചൊക്ക ചൊക്കാണ്. അതങ്ങനെ തിന്നോളൂ. നിങ്ങളുടെ മക്കളെന്താ എടുത്ത് വെച്ചാൽ കുളിക്കുവന്ന് കഴിച്ചോളൂ. ഇന്നലത്തെ സെയിം ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നും ഞങ്ങൾക്ക്. മാവ് നേരത്തെയാണ് വെക്കുന്നുണ്ട്. കുണക്കിനത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ ശബ്ദം പോയി എന്താണെന്നറിയില്ല. നല്ല ചോടി അതാണ് കുണിക്കുമോള് നില വന്നിട്ട് 2 ദോശ അല്ലേ, 2 ദോശ വന്ന ശേഷം ദോശയില്ലേ തക്കാളി കറിയില്ലേ ഇവർക്ക് ഭയങ്കര ഇഷ്ടം തക്കാളി കറി. ശരിക്കും കുട്ടികളൊന്നും കഴിക്കില്ല, പക്ഷെ നമ്മളവിടുത്തെ പിള്ളേർക്ക് ഇങ്ങനത്തേക്കും ഇഷ്ടം. വെറൈറ്റി പിള്ളേരാണ് ഞങ്ങളവിടുത്തെ പിള്ളേരുകൾ. അച്ഛമ്മേനാണ്ടാ കുണിക്ക് സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് പറഞ്ഞു കൊടുത്തിട്ട് അമ്മ പായസം ഉണ്ടാക്കിയെന്നില്ല, അമ്മ ഡ്രസ്സ് ഉണ്ടാക്കിയെന്നില്ല, അമ്മ ഡ്രസ്സ് മേടിച്ചില്ല, ഒന്നും മേടിച്ചു തന്നില്ല. എന്നാ നോണയല്ലേ, ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ചെരുപ്പാടെടുത്ത് ഇങ്ങനെ അടിപൊളി ചെരുപ്പിട്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണുന്നല്ല അടിപൊളി ചെരുപ്പാണ്. ഈ ചെരുപ്പിൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അല്ല കുട്ടികളുടെ ചെരുപ്പിൻ്റെ മാത്രം ആയിട്ടൊരു ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ട് കുറേശ്ശെ ഇറക്കിയിട്ട് നോക്കണമെന്നുണ്ട്. ചിലപ്പോൾ അതും നടത്തും. കുണിക്ക് നിനക്ക് എന്താ ഡ്രസ്സ് മേടിച്ചത് പരാതി പറഞ്ഞ് ചോക്ലേറ്റ് കൊടുത്ത എല്ലാം കൊടുക്കും. എന്നിട്ട് എന്താ പറഞ്ഞെല്ലാവരും ചോക്ലേറ്റ് എന്താ പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന ശേഷം ഞങ്ങളോട് ടീച്ചർമാർ അതാ പറഞ്ഞിട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റിന് നന്നായി ഉണ്ട്. എന്നിട്ട് കുണിക്കൻ്റെ ടീച്ചറും പിന്നെ വേറൊരു ടീച്ചറും ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീച്ചറൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ട് കുണിക്ക് നീ നോണയല്ലേ പറയണേ, ഇനി ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയില്ലേ, നിർത്തി ഇനി മാമിക്ക് ചോക്ലേറ്റ് കൊടുക്കണ്ടേ? മാമ ചോക്ലേറ്റ് കൊണ്ടുവരാൻ പറ്റല്ലോ, ഇവിടെ ഉണ്ട്, അത് കൊടുക്കണ്ട മാമിക്ക്. വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കണം മാമിക്ക്. ബാക്കിൽ ബട്ടൺസ് ഉണ്ട്, ഡ്രസ് നശിപ്പിക്കും. ഇതെന്തുവാ ഞങ്ങൾക്ക് വൈറ്റ് ഡ്രസ്സാണ് ഇഷ്ടം, വൈറ്റ് മേടിക്കും. പക്ഷെ മുഷിക്കുന്നത് കാണുമ്പോഴാണ്. കുണിക്ക് അച്ഛൻ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ചോറിനുള്ളേ നേട്ടാ, ചോറിനുള്ളേ അങ്ങനെ സമയത്രയാണ് കേട്ടാ. അല്ല 6:50 അപ്പം ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പിള്ളേർ വന്ന് കുറച്ച് നേരം, പിന്നെ നമ്മുടെ കാർത്തുമോള് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കാർത്തുമോള് നോക്കിയിട്ട് പൊന്നു ഷെബിയാറിനോളം പോയിക്കുക. അപ്പോൾ കാർത്തുമോളെ നോക്കാണ്ടായിരുന്നു. അപ്പോൾ കാർത്തുമോള് തന്നെ കുഞ്ഞിനും കാർത്തും കുണിക്കും ഒരു അപ്പുറത്തെ റൂമിൽ വരുന്നു. ഞാനും കുണുക്കനെ തന്നെയായിട്ട് ഈ റൂമിലെടുത്തിട്ട് കുണുക്ക അങ്ങനെ കുണുക്കനൊരു വയ്യായിക ചെറിയ പനി തലച്ചൂട് മരുന്നൊക്കെ കൊടുത്തു. അത് തുമ്പല് വേറെ ഒന്നുമല്ല. ഇന്ന് അവർ സ്കൂളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വെയിലത്ത് നിന്നു എന്നൊക്കെ തോന്നുന്നു. തല വേർത്തപ്പോൾ വന്ന പ്രശ്നങ്ങൾ വന്നു. തുമ്പലുണ്ട്, ഭയങ്കര തുമ്പൽ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ.
എന്തായാലും അവരെ എനിക്കുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. അതിനാണ് ചായ വെക്കണം, പിള്ളേർക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇത് ഉണ്ടാക്കാൻ പോകട്ടോ. അങ്ങനെ എഴുതിച്ചു വന്നപ്പോൾ നമുക്ക് ഉണ്ണികളൊക്കെ ഉറങ്ങാട്ടോ, എല്ലാവരും ഉറങ്ങാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് ഉറങ്ങിപ്പോയ വീഡിയോയുടെ എഡിറ്റിങ് പോസ്റ്റിങ്ങും ഒക്കെ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നപ്പം നമുക്ക് വിശന്നപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടാ. അപ്പോൾ ബർഗർ എന്ന് പറയാൻ പാടില്ല. ബർഗർ എന്ന് പറയുമ്പോൾ ബെന്നൊക്കെ വേണ്ടേ, പക്ഷേ നമ്മൾ ബർഗറിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന ചിക്കൻ്റെ ഇതാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്താൽ കുറച്ച് ഓയിൽ, വെളുത്തുള്ളി, തരിയുപ്പ്, പഞ്ചസാര, വിനീഗർ, പാൽ, ഇതാണ് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് അടിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാൻ കോഴിമുട്ട വെച്ച സത്യം കോഴിമുട്ടയുടെ മയോണൈസാണ് ഒന്നുകൂടി ടേസ്റ്റ് എങ്കിലും ഇപ്പം ഞാൻ അത് ഉണ്ടാക്കാറില്ല. എനിക്ക് എന്താ വെച്ചാൽ പേടി പറ്റും. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരണപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കോഴിമുട്ടയുടെ ഇതൊക്കെ ഉണ്ടാക്കാൻ പേടിയായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ പാൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, വലിയ കുഴപ്പത്തില്ല. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമല്ല വലുത്. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അപ്പോഴേക്കും കെച്ചപ്പ്, ഒരു പാത്രത്തിൽ കെച്ചപ്പ് കൊടുത്തു. പിന്നെ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഒരു സോസാണ് കേട്ടോ, അത് നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിച്ചാണ്. അത് നല്ല സോസാട്ടോ, അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ മയോണൈസാണ് കേട്ടോ നമ്മൾക്ക് ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. പക്ഷേ നമുക്ക് പുറത്തുനിന്നൊക്കെ നമ്മൾ സാൻഡ്വിച്ചും ബർഗറൊക്കെ കഴിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു ചെറിയ ടേസ്റ്റ് ആയിട്ട് നമുക്ക് സബോളയും ക്യാരറ്റും തക്കാളി ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഉണ്ണികൾക്ക് കഴിക്കാൻ ഇതൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടാണ്. പിന്നെ ബട്ടറൊക്കെ തേച്ചിട്ട് ബ്രെഡ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ്. അങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കിയത്. പൊന്നു വരുമ്പോൾ അവർ യൂസ് ചെയ്ത ഒരു 1/2 പാക്കറ്റ് ബ്രെഡ് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡേറ്റൊക്കെ അതിൽ വെച്ചിട്ട് പൊന്നു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ സോസ് മയോണൈസ് കൊണ്ട് ഒഴിച്ചപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള സോസ് സെറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് പൊടി എരിവിന്, അല്ലെങ്കിൽ ഞാൻ കുത്തിയ മുളകാണ് കേട്ടോ. കുത്തിയ മുളക് കുത്തായിട്ട് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ കുണിക്കും. പിന്നെ നമ്മുടെ കാർത്തുമോള് നമ്മളെന്താ കഴിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ കാർത്തുമോൾക്ക് ആവശ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെ ബർഗറിൻ്റെ ഉള്ളിലേക്ക് ആ ചിക്കൻ്റെ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു തുള്ളി ഓയിലെടുത്തു, അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെറിയ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡിൽ നമ്മൾ സോസും കാര്യങ്ങളും പറ്റണം കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ബ്രെഡിലേക്ക് നമ്മൾ ഓരോ വശമായിട്ട് നമ്മൾ അതിൻ്റെ സോസൊക്കെ പരട്ടി സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സോസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം, ബാക്കിയുള്ളത് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ നമുക്ക് കുക്കുമ്പറും ക്യാരറ്റും പിന്നെ എന്താ പറയുക സബോളയും തക്കാളിയൊക്കെ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ തക്കാളി സബോളയൊക്കെ ഉണ്ട്, കുക്കുമ്പറും ഉണ്ടല്ലോ കേട്ടാ, ക്യാരറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ നമ്മൾ ചീസ് വെച്ചു. ആ ചിക്കൻ മൊരിഞ്ഞപ്പോൾ മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ചപ്പോൾ ചീസ് പെട്ടെന്ന് ഇതായി കിട്ടിയിട്ട് അങ്ങനെ ചീസ് കൂടി എടുത്ത് വെച്ച് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു പാല് മതിയാ, ഗ്ലാസ് പാല് തേറ്റ വെച്ച് പറഞ്ഞു. എനിക്ക് പാല് വേണ്ട, കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അത് എന്നും മധുരം ഇടാണ്ട് കുടിക്കുന്ന ആൾക്ക് ഇന്ന് മധുരം ഇട്ട കട്ടൻ ചായ വേണമെന്നു. മധുരം കൂടിയ ചായയിൽ ചെറിയ മധുരമില്ലെന്നല്ലോ, കൂടിയെന്നാണോ ഉദ്ദേശിച്ചത്? ചെറിയ ഒരു കുറച്ച് മധുരം ഇട്ടിട്ട് അതിനാണ് കട്ടൻ ചായ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സോസും കാരണം ഇതൊക്കെ ബ്രെഡൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയതെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണം, ഇതുണ്ടാക്കണം ഒക്കെ കൂടി ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ. അല്ലെങ്കിൽ സാധാരണ വീഡിയോ എടുക്കണമെന്നില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, സെക്കൻഡിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കണതാണ് നമുക്ക് കുറച്ച് ടൈം പിടിക്കുന്നത്, ഇതൊക്കെ ഉണ്ടാക്കി തീരാൻ, അല്ലെങ്കിൽ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി. അങ്ങനെ ഇതാ നമ്മൾ അതിന് ചായക്കുള്ള വെള്ളം വെച്ചു. അതിന് ശേഷം ഞാൻ കുഞ്ഞോൾക്ക് ചായ കുടിക്കാൻ ഒരു മൂടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. അപ്പം ഞാൻ ചോദിച്ചു അവർക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തണുത്ത വെള്ളമൊന്നും എടുത്തില്ല, നമ്മൾ സാധാ ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രം എടുത്തോളൂ കേട്ടോ. എന്ന് വെച്ചാൽ കുണുക്കിന് ചെറിയ തൊണ്ടവേദനയും ചെറിയൊരു തലച്ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു തണുത്ത വെള്ളം വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ തണുത്ത വെള്ളം കൊടുക്കാറില്ല കേട്ടോ. ഇന്നേക്ക് ഒന്നിന് പ്രാർത്ഥനയ്ക്ക് പുറത്ത് വെയിലിൽ ഗ്രൗണ്ടിൽ നിന്നതിലാണ് കുണുക്കിന് തല വേർക്കാൻ പറ്റില്ല. കുണുക്കിന് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ആർക്കും തല വേർക്കാൻ പറ്റും. തല വേർത്ത അപ്പം ഞങ്ങൾക്ക് തൊണ്ടവേദന, കഫക്കെട്ട്, ജലദോഷം ഇതൊക്കെ വരും കേട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരം കുറച്ചിട്ട്
ഒരു തരി നാരങ്ങ കൂടിയൊക്കെ പിഴിഞ്ഞ് എനിക്ക് മധുരം കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് അനുവേണ്ടി ഷെയർ ചെയ്യാം. മധുരം കൂടുതലാണെങ്കിൽ അനുവേണ്ടി ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ട് എനിക്കിട്ട് നടിച്ചു കൊടുന്നു. അതൊരു സ്റ്റീലിൻ്റെ കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടു. അതിന് കുറേശ്ശെ പിള്ളേരിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് ഞാൻ എൻ്റെ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മൾ അനുവേണ്ട ചായയും കാര്യം അപ്പോഴേക്കും ഉള്ള 4 പാത്രം ഞാൻ കഴുകി വെച്ചു കൂട്ടാം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കുറേ പാത്രങ്ങളാവും ലാസ്റ്റ്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡും ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പോൾ എല്ലാവരും ഉറങ്ങട്ടെ. അവരെന്നൊക്കെ ഞാൻ വിളിച്ചിട്ട് വരാം. വിളിച്ച് വരുമ്പോഴേക്കും ഇത് ഓരോരുത്തർ എണിച്ച ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അപ്പോഴേക്ക് ഞാൻ അപ്പോൾ ഇതാ വരുന്നു. അങ്ങനെ നമ്മുടെ ചായക്കുള്ള ഐറ്റംസുകളായി. അപ്പോൾ ഇതിന് ചായ മേച്ചില്ല. അപ്പോൾ ചായ മേച്ചില്ലാത്തതിനും പിള്ളേർക്ക് വേറെ ജ്യൂസ് ഉണ്ടാക്കി അനുവേണ്ടി ചായ വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ അനുവേണ്ടി എന്തുണ്ടെങ്കിലും ചായ തന്നെ വേണം. പക്ഷേ കുഞ്ഞത് കാണുമ്പോൾ കുഞ്ഞെന്താ പറയാൻ നോക്കിയോ കേട്ടാ. ഇതിന് മണം വന്നാ കുഞ്ഞു വിചാരിച്ചാലോ ഉറങ്ങി വെച്ചിട്ട് കുഞ്ഞ് ഉറങ്ങി വെച്ചിട്ട് അത് ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ കാണാം കേട്ടോ. എങ്ങനെയുണ്ട് നാരങ്ങ വെള്ളം. ഇനി ഞാനെൻ്റെ കാർത്തുമോള് ഡ്രസ്സ് പാമ്പേഴ്സ് മാത്രമല്ല അതിൻ്റെ ഡ്രസ്സ് ഇടിച്ചിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ എണിച്ചു വന്നു കേട്ടോ. കുണുക്കീനെ അനിയോട്ട് എടുത്തു കൊടുന്നു. ഞാൻ കുണുക്കനെ എടുത്തു കൊടുത്തിട്ട് അവിടേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഒരു 1 അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് കുണുക്കൻ 1 മണിക്കൂർ കുണുക്ക് 1 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് മരുന്നൊക്കെ അയച്ചു. അല്ലെങ്കിൽ സ്കൂൾ വിട്ട് അത് നേരത്തെ ഉറങ്ങാമല്ലോ സ്കൂളിൽ ഉറങ്ങി വരേണ്ട കാരണം. പക്ഷേ എനിക്കൊന്നും അവന് മരുന്നൊക്കെ അയച്ചപ്പോൾ ക്ഷീണമായി. ഇപ്പോൾ ഒന്നും ഉറങ്ങി. അപ്പം ഞാൻ അവന് നാരങ്ങ കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പനിക്കുമ്പോൾ ഇത് കഴിക്കാൻ പറ്റുമോ ഇതെങ്കിൽ പനിക്ക് ജലദോഷപ്പനിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അവന് വെയിൽ കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സെറ്റാവുമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഞാൻ അടുത്തുള്ള ഡോക്ടറുടെ കാർത്തിക അവിടെ പോയി കാണിക്കണം പനിക്കാണെങ്കിൽ. അങ്ങനെ അപ്പോഴേക്കും കുണിക്കുമ്പോഴും വെയിൽ കൊണ്ടുണ്ടായിരുന്നു. കുണിക്കുമ്പോഴുള്ള മൂക്കൊന്നും വരുന്നൊരു ജലദോഷമായി. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ആർക്കും വെയിൽ കൊള്ളാൻ പറ്റില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. എനിക്കത് തലയൊക്കെ വേർത്ത് ഞാൻ അപ്പം തൊണ്ടവേദനയും ജലദോഷം ശബ്ദം പോവും ഇതൊക്കെ എനിക്കും പ്രശ്നങ്ങളാട്ടോ. അങ്ങനെ ഞാൻ വേഗം കഴിക്കുന്നത് വേറെ ഒന്നല്ല. ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ട് ഞാൻ വേഗം കഴിക്കട്ടോ. അപ്പോഴേക്കും പിന്നെ കുണിക്കുമ്പോൾ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വായിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ കുണിക്കില്ല കാർത്തും കുഞ്ഞിനാണ് ഈ തറ്റത്തിരിക്കുന്നത്. കാർത്തും നാരങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാണിച്ചു കൊണ്ടാണ്. ഉള്ളി ബഹളമായിരുന്നു. നാരങ്ങ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓടിയിടും. അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ വയ്ക്കും. പിന്നെ അവൾക്ക് ബ്രെഡ് ഞങ്ങൾ കഴിക്കണം എന്ത് ഫുഡാണെങ്കിൽ അത് അവൾക്ക് വേണം കേട്ടോ. അവൾക്ക് അവളുടെ ഫുഡുകളൊന്നും വേണ്ട. നമ്മളെന്തൊക്കെ ഫുഡാണ് കഴിക്കണമെന്ന് വെച്ചാൽ അത് കഴിക്കാനാണ് കാർത്തുമോൾക്ക് ഇഷ്ടം. അപ്പം നമ്മൾ ഏകദേശം എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ കാർത്തുമോൾക്കും അതിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നത് മാത്രമേ കൊടുക്കൂ എന്നൊന്നുമില്ല. കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫുഡുകളും നമ്മൾ കാർത്തോട് കൊടുക്കാറുണ്ട്. കാർത്തായാലും ഞാനും കാർത്തു കഴിക്കൂട്ടോ. ചിലപ്പോൾ മൂക്കും ചുണ്ടൊക്കെ ഇങ്ങനെ ചൊക്കും നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ അവൾ വായ തുറക്കിലേക്ക് എന്നാലും അവൾ വായ തുറക്കും. അവൾക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ കഴിക്കട്ടോ. നല്ല എരിവും കൂടിയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. ബായ്.